സിൽവർ ലൈൻ പദ്ധതിയുടെ DPRൽ സൂക്ഷ്മ പരിശോധന നടക്കുകയാണെന്ന് ദക്ഷിണ റെയിൽവേ. നിലവിൽ സർവേ നടപടിക്രമങ്ങൾ ഭൂരിഭാഗവും പൂർത്തിയായിട്ടുണ്ട്. പരിസ്ഥിതി പ്രശ്നങ്ങൾക്കിടയാക്കാനുള്ള സാധ്യതയുണ്ടെന്നും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് കേന്ദ്ര റെയിൽവേക്ക് അയക്കുമെന്നും ദക്ഷിണ റെയിൽവേ മാനേജർ ആരൻ സിംഗ് പറഞ്ഞു. സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സർക്കാർ നിലപാട് തുടരുമ്പോഴാണ് പദ്ധതി സംബന്ധിച്ചുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ വിശദീകരണം. Silver line already a survey was done by KRDSCL and submitted to the Ministry of Railways. What happened in that survey? There were a lot of things which were not addressed, like at lot of locations this alignment has been passing through the railway land. So they had not taken the clearance from railways whether this land is available for passing of the silver line. So these type of deficiencies and environmental issues are there. All those issues are under examination. ദക്ഷിണ റെയിൽവേ വിളിച്ച എംപിമാരുടെ യോഗത്തിലായിരുന്നു റെയിൽവേയുടെ മറുപടി. കേരളത്തിലെ റെയിൽവേ പദ്ധതികളുടെ നടത്തിപ്പും അവലോകനവും യോഗത്തിൽ ചർച്ച ചെയ്തു. കേരളത്തിൽ മൂന്നാം പാത വേണം, അത് ആ ആവശ്യം ഉന്നയിച്ചു. അതുപോലെ തന്നെ എറണാകുളം ടു ഷൊർണൂർ മൂന്നാം പാതയുടെ നിർമ്മാണത്തിന് ഉള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതിനിടെ നേമം ടെർമിനൽ 2026 മാർച്ചിൽ പൂർത്തീകരിക്കാനാണ് റെയിൽവേയുടെ ലക്ഷ്യം. കേരളത്തിൽ കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും റെയിൽവേ വ്യക്തമാക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.